ഹലോ ഹായ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സ്പൂൺ പഴംപൊരിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തതാണ് കേട്ടോ. അത് കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തത്. മധുരം കുറവുള്ള പഴത്തിനാണെങ്കിൽ ഒരല്പം കൂടി മധുരം ചേർത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് അതോടെ ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മിക്സ് ഇച്ചിരി ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്തെടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു പിഞ്ച് ഉപ്പ്, എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത്. എന്നിട്ടിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതൊരു 1/4 കപ്പ് മതി. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളത് മിക്സ് ഇതേ രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് ലൂസാക്കാനോ ഒരുപാട് കട്ടിയാവാനോ പാടില്ല കേട്ടോ. നമുക്ക് സ്പൂൺ കൊണ്ട് കോരി എടുത്തിട്ട് എണ്ണയിലിടുമ്പോഴും ഇങ്ങനെ വരണം, ആ രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓരോ സ്പൂൺ ഇങ്ങനെ ഇതുപോലെ കോരി ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഷേപ്പോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ. ചെറിയ തീയിലാവുമ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ട് നന്നായി മൊരിഞ്ഞ് തന്നെ കിട്ടും. അപ്പം അതേ രീതിയിൽ എടുക്കണം. നമുക്കിത് ഭയങ്കര ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. പിന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. തേങ്ങയും പഴവും എല്ലാം ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ എല്ലാതും ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.